ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെറാസ് വ്ലോഗ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയുടെ അടുത്തേക്ക് പോകാനുള്ള എൻട്രി ഗേറ്റിലാണ്. 2 തരം ടിക്കറ്റാണ് ഇവിടെ ഉള്ളത്. ഒന്ന് എക്സ്പ്രസ് എൻട്രി ടിക്കറ്റും ഒന്ന് നോർമൽ ടിക്കറ്റും. നോർമൽ ടിക്കറ്റ് എടുത്ത് വരുന്ന ആളുകൾ ഈ കാണുന്ന വളഞ്ഞുള്ള ഈ ഒരു വഴിയിലൂടെ കുറേ സമയം പോയിട്ട് വേണം സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്താൻ. എന്നാൽ എക്സ്പ്രസ് എൻട്രി ടിക്കറ്റ് എടുത്തവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു വഴിയിലൂടെ സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും. ജെൻസിനും ലേഡീസിനും 2 സ്ഥലത്താണ് സെക്യൂരിറ്റി ചെക്കിങ് ഉള്ളത്. അപ്പം നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി നല്ല രീതിയിൽ ചെക്കിങ് ചെയ്തതിന് ശേഷമാണ് അവർ നമ്മളെ അകത്തേക്ക് കയറ്റി വിടുന്നത്. എക്സ്പ്രസ് എൻട്രി ടിക്കറ്റും നോർമൽ ടിക്കറ്റും തമ്മിലൊരു 800 രൂപയുടെയെങ്കിലും ഒരു വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ നല്ല തിരക്കുള്ള സമയത്താണെങ്കിൽ എക്സ്പ്രസ് എൻട്രി ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഡയറക്റ്റായിട്ട് കയറി പ്രതിമയുടെ ഉള്ളിലേക്കൊക്കെ പോകാൻ പറ്റും. അല്ല, നോർമൽ ടിക്കറ്റ് ആണെങ്കിൽ കുറേ നേരം ക്യൂ നിൽക്കേണ്ട അവസ്ഥയും വരും. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ചുമരിൽ ഇങ്ങനെ കുറേ ചെടികൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാനുള്ള തിരക്കിലാണ്. അത്രയ്ക്ക് ഭംഗിയാണ് ആ ഒരു സ്ഥലം. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഇറങ്ങുന്ന സ്ഥലം മുതൽ ഏകദേശം പ്രതിമയുടെ അടുത്തെത്തുന്നത് വരെ ഈ ഒരു നടപ്പന്തൽ നമുക്ക് കാണാൻ സാധിക്കും. വെയിലും മഴയും ഒന്നും കൊള്ളാതെ നമുക്ക് അവിടെ വരെ എത്താൻ സാധിക്കും. ആധുനിക രീതിയിൽ തന്നെയാണ് ഈ ഒരു നടപ്പന്തൽ നിർമ്മിച്ചിട്ടുള്ളത്. ഈ കൊടും വെയിലത്ത് ഇവിടെ എത്തുന്നവർക്ക് ഇത് നല്ലൊരു ഉപകാരമുള്ളൊരു സംഗതി തന്നെയാണ്. നർമ്മദ നദിയിൽ വലിയൊരു പാറക്കെട്ടിൽ, അതൊരു ദ്വീപ് പോലെ തോന്നിക്കുന്ന ഒരു പാറക്കെട്ടിന്റെ മുകളിലായിട്ടാണ് ഈ ഒരു സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നത്. കയറി വരുന്ന ഭാഗത്ത് തന്നെ കുടിവെള്ളമാണെങ്കിലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വാഷ്റൂം ഒക്കെ അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവര് വെച്ചിരിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നർമ്മദ നദിയിൽ ഒരു ഡാം പണിയുക എന്നുള്ളത്. എന്നാൽ അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഈ ഒരു ഡാം ഇവിടെ പണിയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡാമിന് സർദാർ സരോവർ ഡാം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ഡാമിന് അഭിമുഖമായി നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. കുറച്ച് ദൂരെയായിട്ടാണെങ്കിലും ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു പ്രതിമയുടെ മുഴുവൻ രൂപം നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു വ്യൂ എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ലൊരു വ്യൂ ആണ്. ഇനി ഈ ഒരു വലത് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നർമ്മദയുടെയും അതിൻ്റെ പരിസര പ്രദേശത്തിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ കാണാൻ സാധിക്കും. അവിടെ ഒരു ചെറിയ പാലം പോലെ കാണുന്നുണ്ടല്ലോ, അത് ഈ സ്റ്റാച്ചുവിൻ്റെ നിർമ്മാണ സമയത്തേക്ക് അങ്ങോട്ടേക്ക് പോകാനും വരാനും ഉണ്ടായിട്ടുള്ളൊരു പാലമായിരുന്നു. ആ ഒരു കാണുന്ന കെട്ടിടത്തിൻ്റെ മുകളിലായിട്ടാണ് സ്റ്റാച്ചു ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് കയറാൻ എസ്കലേറ്റർ ഉണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്താറായി. ഇനി ആ ഒരു കാണുന്ന കെട്ടിടത്തിൻ്റെ സൈഡിലൂടെയുള്ള എസ്കലേറ്ററിൽ കൂടെ കയറി നമുക്ക് ഈ ഒരു ഭീമാകാരമായ പ്രതിമയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കും. ഇവിടെ നിന്നാൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് ആളുകൾ. 182 മീറ്റർ ഉയരത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഈ ഒരു പ്രതിമ ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. 2013 സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. വെറും 5 വർഷം കൊണ്ട് തന്നെ 2018 ഒക്ടോബർ 31 അതായത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 143ാമത് ജന്മദിനത്തിലാണ് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്തത്. ഈ ഒരു സ്റ്റാച്യുവിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൂടെയുള്ള വഴിയിലൂടെയാണ് പോകേണ്ടത്. ആ ടിക്കറ്റ് നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ബിൽഡിങ്ങിൻ്റെ വെളിയിലുള്ള ഈ ഒരു എസ്കലേറ്ററിൽ കൂടെ പോയിട്ടാണ് സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ നീളം തന്നെ ഏകദേശം 58 മീറ്ററാണ്. മുകളിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് നല്ല കാറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്ര ഉയരത്തിൽ നിന്നിട്ടുള്ള ഒരു പരിസര പ്രദേശത്തിൻ്റെ വ്യൂ ആണിത്. അടിപൊളിയാണ് ഇവിടെയൊക്കെ കാണാൻ. ഈ പ്രതിമയുടെ നിർമ്മാണ സമയത്ത് ഗുജറാത്ത് സർക്കാർ അവിടെയുള്ള കർഷകരോട് തങ്ങൾക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള കാർഷിക ഉപകരണങ്ങൾ ഈ ഒരു പ്രതിമയുടെ നിർമ്മാണത്തിനായിട്ട് സംഭാവന ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ കർഷകർ അത് സംഭാവന ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു പ്രതിമയുടെ നിർമ്മാണത്തിന് ആവശ്യമായ 135 മെട്രിക് ടൺ ഉരുക്ക് സാധനങ്ങളെല്ലാം ഈ ഒരു കർഷകരുടെ ഭാഗത്തു നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഗുജറാത്തിലെ കർഷകരും ഈ ഒരു പ്രതിമയുടെ നിർമ്മാണത്തിൽ പങ്കാളികളായി എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ആ ഭീമാകാരമായ പ്രതിമയുടെ കാൽച്ചുവട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ശരിക്കും അത്ഭുതം എന്താണെന്ന് മനസ്സിലായത്. ഈ ഒരു പ്രതിമയുടെ ചെരുപ്പിൻ്റെ അത്രയും പോലും ഉയരമില്ല ഒരു മനുഷ്യന്. അപ്പോൾ തന്നെ ഈ ഒരു പ്രതിമയുടെ വലിപ്പം എത്ര ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യക്ക് അഭിമാനമായ ഈ ഒരു പ്രതിമയുടെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ
എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നിയിട്ടില്ല. ഞാൻ അവിടെ നിന്ന് കുറേ ഇത് ആസ്വദിക്കുമായിരുന്നു. ആ ഒരു പ്രതിമയുടെ വിരലുകൾ, ആ നഖം, ആ ചെരുപ്പിൻ്റെ ഭാഗങ്ങൾ, ഇതൊക്കെ എത്ര സൂക്ഷ്മമായിട്ടും എത്ര കൃത്യമായിട്ടുമാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. പട്ടേലിൻ്റെ പ്രതിമയിൽ പട്ടേലിൻ്റെ മുഖഭാവത്തിനോ അല്ലെങ്കിൽ പട്ടേലിൻ്റെ ഡ്രസ്സിനോ ചെരുപ്പിനോ ഒന്നിനും ഒരു വ്യത്യാസം വരാതെ അതേ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രതിമയ്ക്ക് 5 സോണുകളാണുള്ളത്. അതിൽ 3 സോണിൽ മാത്രമേ പബ്ലിക്കിന് പ്രവേശനമുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പ്രതിമയുടെ ഏകദേശം 150 മീറ്റർ ഉയരത്തിൽ എത്തുന്ന സ്ഥലത്താണ് ആ ഒരു വ്യൂയിങ് ഗാലറി ഉള്ളത്. ഒരേ സമയം ഏകദേശം 200 ആളുകൾക്ക് അവിടെ നിൽക്കാനും ആ ഒരു വ്യൂ കാണാനും സാധിക്കുമെന്നാണ് പറയുന്നത്. പ്രതിമയുടെ 2 കാലുകൾക്കിടയിലുള്ള ആ സ്പേസിലൂടെയാണ് ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നത്. അപ്പോൾ സേറ ഏതാണ്ട് ആ ചെരുപ്പിൻ്റെ ഭാഗത്ത് കയറിയിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെ ഒന്നും ഇരിക്കാൻ അലൗഡ് അല്ല. അത് കണ്ടു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ വഴക്ക് പറഞ്ഞ് ഇറക്കും. അപ്പോൾ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന്, അതായത് പ്രതിമയുടെ കാൽച്ചുവട്ടിൽ നിന്നിട്ടുള്ള നർമ്മദയുടെയും അതിൻ്റെ പരിസര പ്രദേശത്തിൻ്റെയും വ്യൂ ആണിത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ ദൂരത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം വെള്ളം കുറവാണ് കേട്ടോ, എങ്കിലും ആ ഒരു നീല കളറിലുള്ള ആ ഒരു വെള്ളം അടിപൊളിയാണ്. ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ. ഇതാണ് ആ ഡാമിൻ്റെ ഒരു വ്യൂ. ഓരോ ദിവസവും ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. വിദേശികളായും സ്വദേശികളായും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരൊക്കെ ആയിട്ടും ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. നല്ല രീതിയിലുള്ളൊരു വരുമാനം തന്നെയാണ് ഈ ഒരു പ്രതിമയിലൂടെ ഇവർക്ക് ലഭിക്കുന്നത്. അങ്ങനെ പ്രതിമയുടെ കാഴ്ചകളും അതുപോലെ തന്നെ പരിസര പ്രദേശത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. അതിനുശേഷം തൊട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു ഭാഗത്താണ് ഇവിടുത്തെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഒരു പ്രതിമയുടെ ഭാഗത്താണെങ്കിലും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഭാഗമാണെങ്കിലും എന്തിനാണ് ഏറെ പറയുന്നത്, ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ വരെ അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ സൂക്ഷിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ആണിത്. അടിപൊളിയാണ് ഇവിടെയൊക്കെ കാണാൻ. ഒരു ബോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോർഡ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. പിന്നെ നല്ല കാറ്റാണ് ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ. നമ്മളെങ്ങനെ പറത്തിക്കൊണ്ട് പോകുന്നത് പോലെ നമുക്ക് തോന്നും. അത്രയ്ക്കും നല്ല കാറ്റാണ് ഇവിടെ. നടന്ന് ക്ഷീണിച്ചവർക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുക്കാം. അങ്ങനെ ഞങ്ങളും വാഷ്റൂമിലൊക്കെ പോയി കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇനി താഴേക്ക് പോവാണ്. അങ്ങനെ മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്യാലറി ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അകത്തേക്ക് കടക്കുകയാണ്. പട്ടേലിൻ്റെ ആ ഒരു പ്രതിമ നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഉൾഭാഗമാണിത്. നമ്മൾ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ പട്ടേലിൻ്റെ ശിരസിൻ്റെ ഒരു രൂപം ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇത്ര കൃത്യമായും വ്യക്തമായുമാണ് ആ ഒരു ശിരസിൻ്റെ രൂപം നിർമ്മിച്ചിരിക്കുന്നതെന്ന് നോക്കിക്കേ. അപ്പോൾ ഇതിന് ചുറ്റും ആളുകൾ നിൽക്കുന്നു, ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനുള്ള തിരക്കിലാണ്. നമുക്കിനി അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണോ ഉള്ളതെന്ന്. ഇതിനുള്ളിൽ പ്രധാനമായും ഈ പ്രതിമയുടെ നിർമ്മാണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഫോട്ടോസ്, വീഡിയോസ്, അതിൻ്റെ രൂപങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഒരു പ്രതിമയ്ക്ക് ഏകദേശം 50 നില കെട്ടിടത്തിൻ്റെ ഉയരമാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ തലയ്ക്ക് മാത്രം ഏകദേശം 10 നില കെട്ടിടത്തിൻ്റെ ഉയരമാണ് ഉള്ളത്. ഈ ഒരു പരിസര പ്രദേശത്തുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ജീവിത രീതികൾ, അവർ നേരത്തെ ജീവിച്ചിരുന്നത് എങ്ങനെയാണ്, അവരുടെ വരുമാന മാർഗങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വിവരണമൊക്കെ ഈ ഒരു ഗാലറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ നല്ലതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ നമുക്കൊരു പ്രതിജ്ഞ ഇവിടെ എഴുതിയിടാൻ പറ്റും. അതങ്ങനെ ഡിസ്പ്ലേ തന്നെ കിടക്കും നമ്മുടെ പേരിൽ. അപ്പോൾ ഇത് 18 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളുടെ പേര് കൊടുക്കണം, പിന്നെ ഏജ്, പിന്നെ നമ്മൾ സ്ഥലം എവിടെ നിന്നാണോ വന്നത് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് എഴുതുക. അങ്ങനെ നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ ബട്ടൺ വരും. അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിലിങ്ങനെ കുറേ പ്ലഡ്ജുകൾ ഇങ്ങനെ അവിടെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അത് നമ്മളുടെ മനസ്സിലുള്ള എന്താണോ അത് വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാം. അങ്ങനെ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതവിടെ നമ്മുടെ പേരിൽ ഇങ്ങനെ അവിടുത്തെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ തെളിഞ്ഞു വരും.
അങ്ങനെ നമ്മളും ഇതൊക്കെ ട്രൈ ചെയ്തു. നമ്മുടെ ഒരു പ്ലഡ്ജൊക്കെ അവിടെ എഴുതിയിട്ടതിന് ശേഷം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഏകദേശം 3000 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ഒരു പ്രതിമ കാണാൻ വേണ്ടി ദിനം പ്രതി 10,000 കണക്കോളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നു എന്നാണ് ഇവരുടെ കണക്ക് പറയുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഫോട്ടോയും അതിനോടൊപ്പം ലോകത്തിലെ മറ്റ് പ്രതിമകളുടെ ഫോട്ടോയും വെച്ചിട്ട് അതിൻ്റെയൊക്കെ ഉയരങ്ങളും ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുമായിട്ട് അതിന് എത്ര വ്യത്യാസമുണ്ടെന്നൊക്കെ അറിയിക്കാനുള്ള രീതിയിലുള്ള കണക്കുകൾ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ നിർമ്മാണത്തിൻ്റെ ആരംഭം മുതൽ അവസാനം ആ ഒരു പ്രതിമ നിർമ്മിച്ച് കഴിയുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്നും ലേസർ ആൻഡ് ലൈറ്റ് ഷോ ഉണ്ട്. അപ്പോൾ ഗാർഡൻ ഏരിയയിൽ ഇത് കാണാനുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ അതിന് നമ്മൾ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. നമുക്ക് ആ ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ ഇരുന്നുകൊണ്ടാണ് ഇത് കാണുന്നത്. ഈ ഒരു ലേസർ ഷോയിലൂടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. ഇന്ത്യയുടെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളായിരുന്നു ഇന്ത്യയുടെ ഉരുക്ക മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു പ്രതിമയുടെ നിർമ്മാണം സർദാർ സരോവർ നർമ്മദ നിഗം ലിമിറ്റഡും ലാർസൻ ആൻഡ് ടൂബ്രോക്ക് നിർമ്മാണ കമ്പനിയും ചേർന്നാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഏകദേശം 33,000 ടൺ ഉരുക്ക് ഉപയോഗിച്ചാണ് ഈ ഒരു പ്രതിമ തീർത്തിട്ടുള്ളത്. ഇതിൻ്റെ പുറം ചട്ട വെങ്കലത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഉദ്ഘാടനം നടന്ന ആദ്യ വർഷത്തിൽ തന്നെ ഏകദേശം 29 ലക്ഷം സന്ദർശകരാണ് ഇവിടേക്ക് വന്നത്. അവരുടെ ടിക്കറ്റിൽ നിന്ന് കിട്ടിയ വരുമാനം $82 കോടി ആണെന്നാണ് കണക്കുകൾ പറയപ്പെടുന്നത്. പ്രതിദിനം 10,000-ഓളം ടൂറിസ്റ്റുകളാണ് ഇപ്പോഴും ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഏകദേശം 2 ഇരട്ടി വലുപ്പത്തിലാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 177 അടി ഉയരമുള്ള ചൈനയിലെ സ്പ്രിംഗ് ടെമ്പിൾ ഓഫ് ബുദ്ധയെ പിന്തള്ളിയിട്ടാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒന്നാമതെത്തിയിരിക്കുന്നത്. ഈ പ്രതിമയുടെ നിർമ്മാണ സമയത്തും ഉദ്ഘാടന സമയത്തുമെല്ലാം വലിയ തോതിലുള്ള വിവാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടോ അവരെ പിന്തുണയ്ക്കുന്നത് കൊണ്ടോ ഒന്നും ആയിരിക്കില്ല പലരും ഈ ഒരു പ്രതിമ കാണാൻ ഇവിടെ എത്തുന്നത്. തീർച്ചയായും ഞാനും എത്തിയത് അങ്ങനെ ഒരു വിചാരത്തോടെയല്ല. ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യക്ക് അഭിമാനമായി മാറിയ ഈ ഒരു പ്രതിമ എന്തെങ്കിലും ഒരിക്കൽ നേരിട്ട് കാണണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവസരം കിട്ടിയപ്പോൾ ഇവിടെ വന്നു, ഇത് കണ്ടു. ഇത് നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും പഠിക്കാനും അറിയാനും കഴിഞ്ഞത്. പ്രതിമയുള്ള ആ ഭാഗത്തു നിന്ന് ഒരുപാട് ദൂരത്തിലിരുന്ന് പാർക്കിംഗ് ഏരിയയിലിരുന്നാണ് നമ്മൾ ഈ ലേസർ ആൻഡ് ലൈറ്റ് ഷോ കണ്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ രാത്രി ആയതുകൊണ്ടും സൂം ചെയ്ത് വീഡിയോ എടുത്തതുകൊണ്ടും അത്ര ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വീഡിയോയ്ക്ക്. ഏതായാലും നിങ്ങളെ ഇത് കാണിച്ചു തരണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കുറച്ച് ഭാഗം ഇവിടെ ആഡ് ചെയ്യുന്നത്. ഏകദേശം ഈ ഒരു ഷോ കഴിയാറായി. അപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ളവരുടെ ബസ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അനൗൺസ്മെൻറ്റ് വന്നു. അങ്ങനെ ആളുകളൊക്കെ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ നമ്മൾ കാർ പാർക്കിംഗ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് ഇനി ഓട്ടോറിക്ഷയിലാണ് പോകാനുള്ളത്. അപ്പോൾ നമുക്കും പതുക്കെ അങ്ങോട്ടേക്ക് പോകാം. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രിയായിരുന്ന, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇനി ഒരു പ്രതിമ കാണാൻ വരുന്നവർക്ക് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യണമെങ്കിൽ അടിപൊളി റിസോർട്ടുകൾ, ഹോട്ടലുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ പറ്റിയ അടിപൊളി റെസ്റ്റോറൻറ്റുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഗുജറാത്തിലെ ഗ്രാമത്തിലെ വിശേഷങ്ങൾ, ഗുജറാത്തിലെ മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം. അതൊക്കെ എൻ്റെ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.